ചേലക്കരയിൽ ഒരു നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയോടും മുന്നണിയോടും UDFന്റെ ലീഡേഴ്സ് ഒത്തിരി ആളുകളുടെ വലിയൊരു പ്രയത്നവും പ്രവർത്തനവും ഒക്കെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ളൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ UDFന്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു 2 മാസക്കാലം അവരെടുത്തിരിക്കുന്ന ഒരു കഠിന പ്രയത്നമുണ്ട്. ആ പ്രവർത്തനത്തിനും നന്ദി പറയാണ്. ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് എടുക്കാൻ ഒരിക്കലുമില്ല. നല്ല രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്തൊന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. കോൺഗ്രസിന് വലിയ വ്യക്തമായ മുൻതൂക്കമുള്ള പഴയന്നൂർ, ഒപ്പം തന്നെ ചേലക്കര അടക്കമുള്ള കൊണ്ടാഴി അടക്കമുള്ള മേഖലയിൽ വലിയ വാട്ടർ ലോ ആയത് പരവൂർ മാത്രമാണ്, മുള്ളൂർക്കര മാത്രമാണ് അല്പമെങ്കിലും തുണച്ചത്. ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് 2021 ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു 40,000-ഓളം വോട്ടിനകത്ത് 1/3 മാത്രമേ ഇടതുപക്ഷത്തിന് ഇത്തവണ നേടാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. മറ്റേത് വോട്ടിങ്ങിന്റെ പെർസെൻറ്റേജിലുള്ള വ്യത്യാസം, ഏത് പഞ്ചായത്താണ്, അതിലെവിടെയാണ് കുറവുകൾ വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ബൂത്തിന്റെ കണക്കെടുക്കുന്നില്ല, അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യമായിട്ട് തന്നെ നിങ്ങളോട് ലീഡേഴ്സ് പറയും. ആലത്തൂര് 2019 ഇരിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ 2019 പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പം പറഞ്ഞത് ഇനിയുള്ള പൊതുപ്രവർത്തന കാലഘട്ടം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പം അതിനകത്ത് പെട്ട മണ്ഡലമാണ് ചേലക്കര. വരാൻ പോകുന്ന നാളുകളിലും കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയായി UDFന്റെ ഒരു പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരം അടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത്. അത് ശരിയായില്ല എന്നുള്ളതാണോ? അതായത് ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണോ? അല്ല, അങ്ങനെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള വോട്ടാണ്. ഇത്രയും വോട്ടിന്റെ ഒരു വേരിയേഷൻ അവർക്ക് ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5173 ആയിരുന്നല്ലോ ഇവിടുത്തെ. അതെ. അത് പക്ഷേ അതിനേക്കാൾ കൂടി. അല്ല, അതാ പറഞ്ഞത്. പക്ഷെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഏകദേശം 40,000-ഓളം 40,000-ന്റെ അടുത്ത് ലീഡുണ്ട്. കറക്റ്റ് എണ്ണം. പക്ഷെ അതിൽ 1/3 നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. നല്ല രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ചേലക്കരയിൽ നടത്തിയത്. പിന്നെ കഴിഞ്ഞ 28 വർഷക്കാലം പക്ഷേ ഒരുപാട് അനുകൂല ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം 20,000-ലേക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം പോകുന്നു. പക്ഷേ ചേലക്കരയിൽ മാത്രം എന്തെങ്കിലും അല്ല, ചേലക്കരയിൽ നല്ല രാഷ്ട്രീയ പോരാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട്. കാരണം പാർട്ടിയും സംവിധാനങ്ങളും ഒക്കെ UDF സംവിധാനങ്ങളും സഹപ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പം അതുതന്നെയാണ് ഈ 2021 കഴിഞ്ഞ 28 വർഷമായി 8 വർഷം ഈ സംസ്ഥാന ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് 28 വർഷത്തെ ഒരു അടിസ്ഥാനപരമായിട്ട് പോകുന്ന ഇടങ്ങളിൽ ഒരു 39,000-40,000 കിട്ടിയിടത്ത് നമുക്ക് 1/3 കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത്. പിടിച്ചിട്ടുള്ള കുറെ വോട്ടുകൾ പാറ്റേൺ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കണക്ക് ഇല്ല. അതിന്റെ ബൂത്തുകളും ഇതൊന്നും ഇപ്പൊ നമുക്ക് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് നമുക്ക് ബൂത്ത് തിരിച്ച് കിട്ടില്ലല്ലോ. പഞ്ചായത്തുകൾ തന്നെ അപ്പൊ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമല്ലേ, ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കണം, ഏത് ആശയത്തിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആളുകളുടെ കാഴ്ചപ്പാടും അതൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ഒരിക്കൽ പോലും പാർലമെന്റിനകത്തേക്ക് മത്സരിക്കാൻ ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാകുന്ന ചിന്തിച്ച് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല. അപ്പം നമ്മളിലേക്ക് വന്നു ചേർന്നതും നമ്മളിൽ പാർട്ടി വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്നേക്കാൾ എത്രയോ സീനിയർ ആയിരിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ആളുകളുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനമല്ലേ പാർട്ടി. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയം മാറുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി ഇല്ലാത്തതാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആകണമെന്നില്ല എല്ലാ ആളുകളും. അതൊക്കെ ഓരോ ആളുകളും ശതമാനം കുറഞ്ഞത് തിരിച്ചടിയായി. അത് കോൺഗ്രസ് വോട്ടുകളാണ് കുറഞ്ഞതെന്ന് കരുതുന്നു. ഒരിക്കലുമില്ല. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണ്ടു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടു. അത് ജനാധിപത്യ മര്യാദയാണല്ലോ. അത് ഒന്നിലധികം ആളുകൾ മത്സരിക്കാനുണ്ടാവുക ജനാധിപത്യത്തിന്റെ ഒരു സൗഹൃദ അന്തരീക്ഷം. അത് തന്നെയാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നിലധികം ആളുകൾ മത്സരിക്കുകയും അതിൽ വിജയിക്കുന്ന ആളിനോട് ഒരു അഭിനന്ദനം പറയുക എന്നുള്ളത് കോൺഗ്രസ്
കോൺഗ്രസ് ആണല്ലോ ഈ ഭരണഘടന എഴുതുന്നതിനും ഈ ജനാധിപത്യ സംവിധാനത്തിനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ 2026 വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയാവോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഞാനാണ് ഈ സ്ഥാനാർത്ഥിയാവുന്നത്, അല്ലെങ്കിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് പാർട്ടി എന്നെ തീരുമാനിച്ചത്. അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളിൽ അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം പാർട്ടിയാണ്. പാർട്ടിയുടെ തീരുമാനങ്ങളും പാർട്ടിയുടെ നയങ്ങളും എല്ലാം പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡാണ്. നമ്മളൊക്കെ അതിനകത്തൊരു പ്രവർത്തകയാണ്. അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ നേതൃത്വം കൊടുത്ത് അവരോടൊപ്പം ഒരു സഹപ്രവർത്തകയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിഖിലേട്ടന് മാത്രമാണ് ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തതെന്ന് തോന്നുന്നുണ്ട്. 2019 ഇതേ മാധ്യമങ്ങൾ, ഞാൻ വരുന്ന സമയത്തും മനോരമയിൽ നിഖിലേട്ടൻ തന്നെയാണ് തൃശ്ശൂരുള്ളതെന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. അന്ന് പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നിന്ന് 2019 അവിടെ നിന്ന് പോരുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക.